വിശ്വാസമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷിനോജ് നമ്മുടെ കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലാണ് സർവീസ് നടത്തുന്നത്. അരീക്കോട് മുക്കം ഭാഗത്ത് സർവീസ് നടത്തുന്ന ബസ്സിലാണ് ഓടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ നവമാധ്യമങ്ങൾ ശ്രദ്ധിച്ച ഈ വീഡിയോയിലുള്ള സംഭവം നടക്കുന്നത്. അത് തിങ്കളാഴ്ച ആണ് അദ്ദേഹം തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത്. അപ്പം നിലവിൽ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം 5.5 വർഷത്തോളമായിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സർവീസ് നടത്തുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം അതിനു മുമ്പ് അദ്ദേഹം ഗൾഫിലായിരുന്നു. അപ്പോൾ ഡ്രൈവിങ്ങിനോടുള്ള പ്രത്യേക താല്പര്യം മൂലമാണ് അദ്ദേഹം ഇവിടെ കോഴിക്കോട് ബസ്സിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് കാണുന്നു. കാരണം ജോലിയോട് ഇത്ര ആത്മാർത്ഥയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ആ വീഡിയോയിൽ വാഹനം വന്ന് ഈ കുട്ടിയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധയാണ് അതിലൂടെ കാണുന്നത്. വാഹനം വന്ന് നിർത്തിയതിനു ശേഷം അദ്ദേഹം ചവിട്ടി നിർത്തിയതിനു ശേഷം അദ്ദേഹം ഇറങ്ങുകയും ഇവരോട് സംസാരിക്കുകയും അവരെ സമാധാനിപ്പിച്ച് വിട്ട് അതിനുശേഷം നേരെ ഈ കുട്ടിയുമായിട്ട് ഇവരെ ബാക്കി ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുമായി മറ്റ് സ്ഥലങ്ങളിലാക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ആ സർവീസ് അവസാനിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ വിലമതിക്കാനാവാത്തൊരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ സാധാരണ MVI എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് തലവേദന ആവാറുള്ള ഒരു ടീമാണ് സ്വകാര്യ ബസിന്റെ ഡ്രൈവറാണ്. അതെ തീർച്ചയായും കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരുപാട് ഇതുപോലെ ബസ്സുമായിട്ടുള്ള കംപ്ലയിൻസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നിയമലംഘനങ്ങൾ കൂടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മൾ ആദരിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഷിനോജ് ശരിക്കും നമുക്കൊരു മാതൃകയാണ്. നമ്മുടെ ഇതൊരു പുതിയ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഈ ബസ്സുകളുടെ ഇടയത്തിന് നടത്താനുള്ള കാരണം അതാണ്. അപ്പോൾ സിനോജിനെ പോലെ ഡ്രൈവർ നമ്മുടെ ഇത്തരത്തിൽ ഇവിടെ ബസ് ഓടിക്കുന്നുണ്ടെന്നുള്ള ഒരു നമുക്കൊരു ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ജനുവരി മാസം നമ്മൾ റോഡ് സേഫ്റ്റി മന്തായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ റോഡിലായാലും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. കോഴിക്കോടായാലും ഒരുപാട് റാലികളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ എത്ര നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ, അതായത് ഇത്ര പോലുള്ള എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്കൂൾ ടൈമിലുള്ള ഈ പറയുന്ന പോലെ ഒരു പീക്ക് ടൈമുകളുണ്ടല്ലോ, രാവിലെയും ഈവനിങ് ഉള്ളത്, ആ സമയത്ത് നമ്മളായാലും റോഡിലിറങ്ങുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ നമ്മൾ ഈ സിബ്ര ക്രോസിംഗുകളുടെ മുമ്പിലായാലും നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും പറയാനുള്ളതാണ്, നമ്മൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ റോഡിലിറക്കുമ്പോൾ വാഹനങ്ങൾ കൂടുതലാണ്, പല കാര്യങ്ങളിലും നമ്മുടെ റോഡ് പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കുട്ടികൾ ചിലപ്പോൾ ഈ റോഡിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഷിനോജിനെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കണ്ടെന്ന് വരില്ല. അപ്പോൾ ഷിനോജിനെ ഒരു മാതൃകാ പുരുഷനായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് അദ്ദേഹത്തെ ഇന്ന് ആദരിക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഉള്ളത്. അതെ അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആ ഭാഗത്ത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അവിടെ റോഡിനൊരു വീതിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പരിശോധിച്ചിട്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അവിടെ ഈ പാർക്കിംഗ് ഒരു ഇഷ്യൂ ആണ്. റോഡിൽ വാഹനങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ഓട്ടോ നിർത്തുന്നത് ഈ റോഡ് സൈഡിലായിട്ടാണ്. അപ്പോൾ നിലവിൽ അങ്ങനെ നിർത്താനുള്ള സൗകര്യമൊന്നും ഇല്ല. അത് എന്താണ് ചെയ്യാൻ പറ്റുക നമ്മൾ ആലോചിച്ചിട്ട് RT എൻഫോഴ്സ്മെന്റ് ഭാഗത്തുനിന്നായിട്ട് നമ്മൾ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ചില നടപടികൾ അതിലുണ്ടാവും. അല്ലെങ്കിൽ അത്തരത്തിൽ എപ്പോഴും മല്ലടിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താണ് തോന്നുന്നത്? ഇങ്ങനെ സന്ദർഭത്തിൽ എന്താ നല്ല കാര്യമാണ്, രക്ഷിതാക്കളിലേക്ക് ഇത് അറിയിക്കുക, കാര്യങ്ങൾ മക്കളെ റോഡിലേക്ക് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഒരു എന്താ പറയാ മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നത് അത് നല്ല കാര്യമാണ്. അന്ന് ആ ഒരു സംഭവം ഉണ്ടാവുമ്പോ MVD-യുടെയൊക്കെന്നോ അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ ആദരവ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇല്ലല്ല, ഞാൻ പുറത്ത് വിടാഞ്ഞെന്ന് വെച്ചാല് ബസ്സുകാർക്ക് എതിരാണ് എല്ലാവരും, നാട്ടുകാരും എല്ലാവരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വിടാഞ്ഞത്. അത് എന്നോ കിട്ടിയ വീഡിയോ എനിക്ക്. പക്ഷെ ഇന്നലെ എന്റെ കണ്ടക്ടർ പറഞ്ഞു, എന്താ അത് വിട്, രക്ഷിതാക്കൾ കാണട്ടെ, ഗ്രൂപ്പിലൊക്കെ ഇട്ട് എല്ലാവരും കണ്ടോട്ടെ, കുട്ടികളെ നോക്കണ്ടേ, അപ്പൊ ശ്രദ്ധിക്കണ്ട. അപ്പൊ അങ്ങനെ ഞാൻ വിട്ടു, അങ്ങനെ മുതലാളിക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ മുതലാളി ഇങ്ങനെ ചാനലുകാർ അതെ അത് ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല. പക്ഷെ രക്ഷിതാക്കളൊന്നും അറിഞ്ഞോട്ടെ വെച്ച് ഗ്രൂപ്പിലേക്ക് ഇട്ടതാണ്. പക്ഷെ അത് ഇങ്ങനെ പുറത്ത് പോയി ന്യൂസൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. റോഡ് സുരക്ഷാ പ്രവർത്തനത്തിന് ആദരവോടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.